ഹായ്, അമ്മമ്മക്ക് വിറക് എടുക്കാൻ വേണ്ടിയിട്ട് തോട്ടത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ആ തക്കത്തിന് മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. കച്ചിലൊക്കെ ഞങ്ങളെ മുന്നിൽ ഓടി. മാങ്ങ പറിച്ചിട്ട് വരാം. പണ്ട് ഇവിടെ ഒരുപാട് മാവുകൾ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാങ്ങകളായിരുന്നു. പക്ഷെ ഇവിടെ ഒരു എംസാറ്റ് പ്ലാന്റ് വന്നപ്പോൾ ഈ മാവൊക്കെ മുറിച്ചു പോയി. ഇപ്പൊ ഇവിടെ കുറച്ച് മാവേ ഉള്ളൂ. എന്റെ കയ്യെത്തുന്ന ദൂരത്ത് 2 മാങ്ങ കണ്ടപ്പോൾ ഞാൻ പറിക്കുകയാണ്. ഇവിടെ ഈ മലേന്റെ മുകളിൽ മാമനൊക്കെ ചെറിയ റിസോർട്ട് പോലെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. പക്ഷെ ഇതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഞങ്ങൾ മാങ്ങ പറിക്കാൻ തോട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. വിറക് വണ്ടിയിൽ കൊണ്ടുപോകാൻ വന്നപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ കൂടിയതാണ്. അതുകൊണ്ട് മാമൻ കല്ലെടുത്തെറിഞ്ഞിട്ടാണ് മാങ്ങകളൊക്കെ വീഴ്ത്തണത്. ചിലത് കറക്റ്റ് ഉണ്ടായിരുന്നു, ചിലതൊക്കെ ചീറ്റിപ്പോയി. എന്നാലും മാങ്ങ വീഴ്ത്തിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് മാമൻ മാവിൽ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചെറിയ മാമ വിറക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയേറ്റി വരുന്നത് കണ്ടത്. പിന്നെ മാങ്ങ പറിക്കലൊക്കെ നിർത്തി വെച്ചു. കിളിച്ചുണ്ട മാമ്പഴമാണ്, നല്ല വലുതാവണ വാങ്ങിയത്. ഞങ്ങൾ അച്ചാറിടാൻ പറിച്ചതാണ്. ആദ്യം ഞങ്ങൾ മാങ്ങ പറിച്ചതിൻ്റെ അടുത്തുള്ള വിറകൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ കൂട്ടായിട്ട് വിറകൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ അടുത്തുള്ളവർ ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടതാണ്. ഇപ്പം ഞങ്ങൾ മലേൻ്റെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. അങ്ങനെ അവിടുത്തെ വിറകൊക്കെ പെറുക്കി കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചി അമ്മയും കൂടെ വണ്ടിയിൽ കയറി പോവാണ്. അമ്മച്ചനും അമ്മമ്മയും മാമനൊക്കെ ഞങ്ങളെ മുന്നിൽ നടന്നു. മലേൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പോരുകയാണെങ്കിൽ വിറകൊക്കെ താഴെയാണ് ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഫുള്ള് തെങ്ങിൻ തോട്ടത്തിലാണ്. ഇതിൻ്റെ അപ്പുറം ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഒരിക്കൽ ഞങ്ങൾ മല കയറുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ അന്നൊക്കെ ഇവിടെ കാടായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അന്ന് ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കണതുകൊണ്ട് പന്നികളെ നല്ല ശല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരാൻ നല്ല പേടിയായിരുന്നു. ആ നടന്നു പോകണതിൻ്റെ അമ്മച്ചനാണ് കേട്ടോ. അമ്മച്ചൻ ഞങ്ങളിപ്പോൾ എത്താൻ വേണ്ടി സ്പീഡിൽ നടന്നു പോവുമായിരുന്നു. ആദ്യം വിറക് പെറുക്കിയ സ്ഥലത്തിൽ നിന്ന് കുറച്ചധികം പോരാനുണ്ട് അടുത്ത് വിറക് കൂട്ടിയ സ്ഥലത്തേക്ക്. അമ്മമ്മേൻ്റെ നാട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതുപോലെ കുന്നും മലൊക്കെ ഉണ്ടായതുകൊണ്ട്. ഇവിടെ കുറേ ചകിരിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കി വണ്ടിയിലിടുകയാണ്. ഒരു ചകിരി പെറുക്കണതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മലേൻ്റെ കാഴ്ചയൊക്കെ കാണുമായിരുന്നു. ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോരുന്നത്, ഈ മല ഇറങ്ങി വരികയാണ്. നിങ്ങൾക്ക് ഈ മലകളൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അങ്ങനെ അവിടുത്തെ ചകിരിയൊക്കെ പെറുക്കി ഞങ്ങൾ വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാൻ വിചാരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുന്ന വഴി ഞാനൊരു ചെതൽപുറ്റിനെയും കണ്ടു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിറക് പെറുക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ മല ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ഇനി കുറച്ച് കയറ്റം കയറിയിട്ട് വേണം വണ്ടീൻ്റെ അടുത്ത് എത്താൻ. അമ്മമ്മക്ക് എൻ്റെ കുറേ മുന്നിൽ നടന്നു പോയിട്ടുണ്ട്. അത്രയും വിട്ടാണ് വണ്ടി ഉള്ളത്, ഇനി അത്രയും ദൂരം നടക്കാനുണ്ട്. പോരുന്ന വഴിക്ക് പണിക്കാർ പറിച്ചു പോയ കുരുമുളക് വള്ളിയിൽ അവിടെ ഇവിടെയൊക്കെ കുരുമുളക് കണ്ടപ്പോൾ അമ്മ ഒക്കെ പറിക്കുകയാണ്. അപ്പോൾ എറിഞ്ഞ് ചാടിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്രയും മാങ്ങയാണ് കേട്ടോ കിട്ടിയത്. ഇതിൽ കുറച്ച് മാങ്ങ അമ്മമ്മയും കൊണ്ടുപോയി, കുറച്ച് മാങ്ങ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. മലയൊക്കെ കയറി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഇതാക്കണം ഉപ്പിലിട്ട മാങ്ങയൊക്കെ തിന്നാണ്. അങ്ങനെ വണ്ടി ഫുള്ള് ലോഡാക്കിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്കും പോന്നു, അവർ മാമൻ്റെ വീട്ടിലേക്കും പോയി.